വെൽക്കം ടു ക്രൈസി ബോയ്. ഏറ്റവും പുതിയ ക്രൈസി ബോയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഐ ആം നോട്ട് ക്രൈസി ബട്ട് മേ ബി ഐ ആം ക്രൈസി. അടുത്തത് ഒരു ജോർജ് ചേട്ടൻ, ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരാണ്, ഞങ്ങളെ വിളിക്കാറുണ്ട്, കത്തുകൾ അയക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ചേട്ടനാണ് ജോർജ്. മേരി നിവാസ്, മണിമല, കോട്ടയം എന്ന് പറയുന്ന കോട്ടയത്തുള്ള നമ്മുടെ ജോർജ് ചേട്ടൻ. അദ്ദേഹം ഒരു തമാശ പറയാൻ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം എഴുതി എല്ലാം ഒരു ഗിഫ്റ്റ് രൂപത്തിലൊക്കെ അയച്ചു തന്നിരിക്കുകയാണ്. അദ്ദേഹം പറയാൻ പറഞ്ഞ തമാശ നമുക്ക് എന്തായാലും കാണാം. അതായത് ഇപ്പോഴത്തെ കാലത്ത് പീഡന വാർത്തകളാണ് ഇപ്പോൾ മുഴുവൻ പത്രം എടുത്ത് നോക്കിയാലും ചാനൽ എടുത്ത് നോക്കിയാലും ഉള്ളത്. അപ്പോഴേക്കും വീട്ടിലുള്ള പെൺമക്കൾ ഇത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ന്യൂസ് വായിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് തോന്നുന്നു നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പറിൻ്റെ മാതൃകയാണിത്. പീഡന വാർത്തകൾ വെട്ടിക്കൊണ്ടുള്ള ഒരു ന്യൂസ് പേപ്പർ. ഇതാണ് ആ ന്യൂസ് പേപ്പർ. വളരെ ഒരു എന്താ പറയുക, നല്ലൊരു സന്ദേശമാണ് ഈ ന്യൂസ് പേപ്പറിലൂടെ ജോർജ് ഏട്ടൻ നൽകിയിരിക്കുന്നത്. നമുക്ക് കാണാം സെഗ്മെൻറ്റിലേക്ക്. ബോയ്സ് ജാഗ്രത. പാൻറ്റിന് സ്ലിപ്പ് ഇട്ടിട്ടില്ല. സ്ലിപ്പ് ഇട്ടിട്ട് സിബ് ഇട്ടിട്ടില്ല. പാൻറ്റ് സിബ് ഇട്ടിട്ടില്ല. സിബ് ഇട്ടിട്ടില്ല. സിബ് ഇട്ടിട്ടില്ല. പാൻറ്റിന് സിബ് ഇട്ടിട്ടില്ല. പാൻറ്റിന് സിബ് ഇട്ടിട്ടില്ല. Gangnam Style. Oppan Gangnam Style. ഇനി ക്രൈസി ബോയുടെ ചെറിയൊരു മാജിക്കാണ്. മാജിക് എന്ന് വെച്ചാൽ ഞാൻ മജീഷ്യനൊന്നുമല്ല, എന്നാലും ചെറിയ കണക്ക് കൊണ്ടിട്ട് ചെറിയൊരു ഗെയിം കളിക്കാം. എല്ലാ പ്രേക്ഷകരും അതിൽ പങ്കെടുക്കണം. ഇത് പരിപാടി കാണുന്ന എല്ലാ പ്രേക്ഷകരും അതിൽ പങ്കെടുക്കണം. അതായത് നിങ്ങൾ ഒരു അക്കം മനസ്സിൽ
വിചാരിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇനി ആ അക്കം ഇരട്ടിയാക്കുക. ഉദാഹരണത്തിന് നമ്മൾ 1 വിചാരിച്ചെങ്കിൽ അത് ഡബിളാക്കി 2 ആക്കുക. ഒരു മനസ്സിലൊരു സംഖ്യ വിചാരിക്കുക, അതിനെ ഇരട്ടിയാക്കുക, എൻ്റെ വക +50 ചേർക്കുക. +50 ചേർക്കുക. ആദ്യം വിചാരിച്ച സംഖ്യ ഇരട്ടിയാക്കിയതിന് ശേഷം +50 ചേർക്കുക. എന്നിട്ട് അതിൻ്റെ നേർപകുതിയാക്കുക. പകുതിയാക്കിയല്ലോ. പകുതിയാക്കിയതിന് ശേഷം നിങ്ങൾ ആദ്യം വിചാരിച്ച സംഖ്യ എടുത്ത് മാറ്റുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ആ ആൻസർ എന്താണെന്നല്ലേ? 25. 25 ആൻസർ കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക്. തട്ടമിടുന്നെങ്കിൽ മോനെ ഇതുപോലെ അനുരാഗത്തിൻ്റെ തട്ടമിടണം. നമുക്ക് പബ്ലിക്കിന് വേണ്ടി ചെറിയൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് പരിപാടിയുടെ. ഏത് ചാനലിൻ്റെ? ദർശന ടിവിയുടെ ഒരു പ്രോഗ്രാമാണ്. ദർശന ടി വി. പാട്ട് മാത്രം. ഇഷ്ടമുള്ള ഫേവറേറ്റ് സോങ് അവിടെ പാട്ട് പറയും. പഠിക്കും. ആ തട്ടത്തിന് മറയത്തോട്ട് ഓക്കെ. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാർദ്രം ഉണരുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം അവളെൻ്റെ മാത്രം എൻ്റെ മാത്രം. വിനീത് ശ്രീനിവാസ, എന്തിനു നീ ഈ ഗാനം പാടി? ഈ ചെറുപ്പക്കാരനെ കൊണ്ട് പാടിച്ച പോരായിരുന്നോ? എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താൻ്റെ ചേലുകാരാ. अरे वाह 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 वाह, कौन सा गाना है, कैसा गाना है, अच्छा गाना है. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, तुझसे बिछड़ कर बस. एक गाना. थैंक यू. गाना नहीं ओके बाय. सिंगर ही है मैं नहीं. ओके थैंक यू. ചന്ദ്രിക, രജിത, കമല, ഉഷ, കോമളവല്ലി, റീജ, സുമിത, ജിഷ, ബീന, കൃഷ്ണകുമാരി, ഷെർലി, റീഷ, റീത്ത. ഓക്കെ. നിങ്ങൾക്ക് എന്താണ് സംഗീതത്തെ കുറിച്ച് എന്താ അറിയാമോ? സംഗീതം ആസ്വദിക്കും. ആരാ ഒരു പാട്ട് പഠിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഓല ഗാനം. താലിക്കൊരുത്തോല പേലിക്കൊരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല, പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി മെല്ലെ മാറിലെറിഞ്ഞു കളിച്ചൊരു പന്തു കളിക്കാരാ, പന്തു വേണോ ഒരു പന്തു വേണോ. താലിക്കൊരുത്തോല പേലിക്കൊരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല, പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി മെല്ലെ മാറിലെറിഞ്ഞു കളിച്ചൊരു പന്തു കളിക്കാരാ, പന്തു വേണോ ഒരു പന്തു വേണോ. മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ നിങ്ങളെല്ലാവരും ചോറുണ്ടോ? ഒരു ഗാനം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമടിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോ മൗനം പാടുന്നു. കാറ്റേ കാറ്റേ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു. അല്ല ഇപ്പൊ ഈ കാറ്റൊക്കെ പാട്ടും മൂളി വന്നത്? കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിലെ പാട്ടും മോളി വന്നോ, ഞാലി പൂങ്കതളി വാഴ പൂക്കളിൽ ആകെ തേനിറഞ്ഞോ, ആകെ തേനിറഞ്ഞോ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ആളെ വണ്ടിയാക്കാൻ കൊണ്ടുനടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നിങ്ങൾ ക്രേസി ബോയ്സാ? ഓക്കെ. പ്രോഗ്രാമാണ്, എല്ലാവരും സഹകരിച്ചാൽ മാത്രം മതി. ചേട്ടൻ്റെ പേരെന്താ? സാക്ക്.
സാഗ്. ഓക്കെ, ഇക്കയുടെ പേരായിരിക്കും ഇല്ലേ? എന്ത് ചെയ്യുന്നു? കച്ചവടമാണ്, മീൻ കച്ചവടം, സൈക്കിളിന് പോകുന്നുണ്ട്. ആണല്ലേ. ഓക്കെ, സംഗീതത്തെക്കുറിച്ച് എന്താ അറിയാമോ? അങ്ങനെ പാട്ടിനെ കുറിച്ചോ? സംഗീതം അത്യാവശ്യം പാടും. അത്യാവശ്യം പാടും. എന്നൊരു പാട്ട് പാടി. ഏതാ പാടേണ്ടത്? ഹിന്ദി വരെ? ഏതുപോലെ, ഹിന്ദിയോ തമിഴോ മലയാളം ഏത് പഴയതോ? രസം പാടിയാ പോലെ. ഓ, तेरी मेहरबानिया तेरी हदर जानिया कुर्बान तुझसे में गई जिंदगानिया तेरी मेहरबानिया. പോരാ? ഓക്കെ, ഒരു മലയാളം പാട്ട് പാടും. മലയാളം എനിക്കറിയില്ല. തമിഴ് മലയാളം അറിയില്ല, തമിഴ് അറിയില്ല. ആണല്ലേ. ഓക്കെ, ചേട്ടൻ സംഗീതത്തെക്കൊക്കെ എന്താണ്? സംഗീതത്തെക്കുറിച്ച് പഴയ സംഗീതമാണോ പുതിയ സംഗീതമാണോ ഇപ്പോൾ നല്ലത്? പഴയതല്ലേ അപ്പോൾ നല്ല കൊടുക്കുന്നത്. ആണല്ലേ. എന്തുകൊണ്ടാണ് അത്? ഇപ്പം എന്താണ് ആ ഗാനം ഇങ്ങോട്ട് വരാത്തത്? അതായത് പഴയകാല നല്ല നല്ല ഹിറ്റ് ഗാനങ്ങളെന്നുള്ള മലയാളത്തിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനറേഷനിലേക്ക് വരാത്തതിൻ്റെ അഭിപ്രായം എന്താണ്? അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ യുവതലമുറയല്ലേ, പുതിയ തലമുറയല്ലേ, അപ്പോൾ അവർക്കെല്ലാവർക്കും അടിച്ചുപൊളി പാട്ടുകൾ ഇഷ്ടം, അതുകൊണ്ടായിരിക്കും. അതാണ് കുടിക്കുന്നത്. അതാണ് സംഭവം. പഴയത് കേട്ടൊരിക്കും കണ്ടൊരിക്കുകയാണ് അതിനോട് താല്പര്യം. പിന്നെയും മറന്നു പോകാത്തത് അതിനോട് ലയിക്കാണ്. താങ്ക് യു. ഹിന്ദി ഗാനം പാടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. എന്താ പേര്? സിജോ. സിജോ. എന്താ പഠിക്കുന്നത്? ഞാൻ +2 ആണല്ലേ. ഓക്കെ, സംഗീതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സംഗീതം ഒരു കലയാണ്. പുതിയൊരു അറിവാണത്? അറിവല്ല, പിന്നെ സംഗീതം ഒരു കലയാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ല, നിങ്ങളുടെ അറിവുകൾ എന്താണ് സംഗീതത്തെക്കുറിച്ച്? അല്ല, അഭിപ്രായങ്ങൾ, ശുദ്ധ സംഗീതത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെ? അഭിപ്രായം ഇപ്പം സംഗീതം പണ്ടത്തെ പോലെയല്ല, ആസ്വദിക്കാൻ പറ്റിയതല്ല. ഇപ്പം എല്ലാം സ്റ്റൈല് ഇതായി മാറി, എല്ലാത്തിനും മാറ്റമുണ്ടായി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വെച്ചാൽ ആ പാട്ടിന് തന്നെ ഒരു പാട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, ഇയാളുടെ അഭിപ്രായം എന്താണ്? രേഖപ്പെടുത്തും. സംഗീതം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്, അനന്തസാഗരമാണ്. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ. ഇയാളുടെ അഭിപ്രായം എന്താണ് സംഗീതത്തെക്കുറിച്ചല്ലോ? ഇതൊക്കെ തന്നെ സംഗീതം എല്ലാവരും കൂടുതൽ പേരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. ബാക്കിയുള്ള കലയെക്കാളും സംഗീതം മെച്ചപ്പെട്ട് നിൽക്കുന്നു. ബാക്കിയുള്ള ജോലികളെക്കാളും എല്ലാത്തിനേക്കാളും സംഗീതം മെച്ചപ്പെട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും? ഫേവറേറ്റ് സോങ് ഏതാണ്? ഫേവറേറ്റ് സോങ് ആറ്റുമൺ പായൽ. ഓക്കെ, ഇയാളുടെ ഫേവറേറ്റ് സോങ് ഏതാണ്? എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട മലയാളം, തമിഴ്, ഹിന്ദി ഇഷ്ടപ്പെട്ട സോങ് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇയാളതൊക്കെ പോയി ഇഷ്ടപ്പെട്ട സോങ് പെട്ടെന്ന് ചോദിച്ചാൽ പറയാം. ഇഷ്ടപ്പെട്ട സോങ് ആറ്റുമണ പായൽ. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് ലാലേട്ടൻ്റെ വേറൊരു പാട്ടൊന്നും? വേറൊരു പാട്ടെന്ന് വെച്ചാൽ ചിത്രത്തിലെ നമുക്ക് പാടാം. എന്നാലും ഇയാളൊരു ആറ്റുമണൽ പായൽ രണ്ടുപേരും എന്നാലും പഠിക്കാം. ആറ്റുമണൽ പായയിൽ ആറ്റുമണൽ പായലിൽ പായലാണോ പായാണോ കറക്റ്റ്? ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈ വീശി നീ തോളിലേറിപ്പോയില്ലേ. അനുരാഗത്തിൻ വേളയിൽ മറവായുന്നൊരു സന്ധ്യയിൽ പറയൂ. ഇത്രയൊക്കെയുള്ളൂ. പേരെന്താ? മുഹമ്മദ് വസീം. ഓക്കെ, പഠിക്കുക +2 കഴിഞ്ഞു. ഓക്കെ, സംഗീതത്തെക്കുറിച്ച് എന്താ അറിയാമോ? സംഗീതത്തിനെ കുറിച്ച് ഒന്നും അറിയൊന്നുമില്ല. പിന്നെ ആരെങ്കിലും പാട്ട് പാടുക ചോദിച്ചപ്പോൾ ഞാൻ പാടിത്തരാറുണ്ട്. ഓക്കെ, അന്നൊരു പാട്ട് പഠിക്കുക. ഏത് പാട്ട്? ഇഷ്ടമുള്ള പാട്ട് ഏതാ? പാട്ട്. ये गाना अच्छा गाना है, सुंदर गाना है, आप सुनो. तुझे सोचता दूर അത് വേണ്ട, അതന്നെ ഇവിടെ. तुझे सोचता दूर हाँ मोन सुबह इससे ज़्यादा तुझे और जाऊँ तो क्या. താങ്ക് യു. നല്ല രസമുണ്ട്. നേരെ ആരാ പാട്ടുക? അത് അങ്ങനെ ബെസ്റ്റ് ആക്ടറാണ് സ്റ്റേറ്റത്തെ. അതുള്ളതാട്ടോ, ഞാൻ കള്ളം പറയല. ഒരു മോൺ ആക്ടർ. വേണ്ട, പാട്ട് സംഗീതത്തെക്കുറിച്ച്. പേര്? അസ്ലം. പഠിക്കുക? അതെ. എവിടെ നാട്? ചട്ടിപ്പറമ്പ്. സംഗീതത്തെക്കുറിച്ച് എന്താ അറിയാവുന്ന? സംഗീതത്തെക്കുറിച്ച് അങ്ങനെ അറിയാം. എന്നാൽ പുതിയ ശുദ്ധ സംഗീതത്തെക്കുറിച്ച് എന്താ അറിയാം? ശുദ്ധ സംഗീതം ഏതാ സംഗീതമാണ് ശുദ്ധ സംഗീതം? മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ?
അങ്ങനെയൊന്നും പറയാനില്ല. സംഗീതത്തെക്കുറിച്ച് ആധികാരികം സംസാരിക്കാൻ ഞാൻ ആരുമല്ല. സംഗീതത്തെക്കുറിച്ച് ABCD പോലും അറിയില്ല. അറിയാത്തവരല്ല, നമ്മളത് സംഗീത ആസ്വാദകരാണ്. നമ്മളാണ് സംഗീതത്തെക്കുറിച്ച് പറയുന്നത്, അറിയാവുന്നവരല്ല പറയുന്നത്. ഇത് ആസ്വദിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികം സംസാരിക്കാൻ വലിയൊരു കാര്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും കുറിച്ച് അറിയാമെന്നേ. എന്നൊരു ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? മരണം വരുന്നു ഓടിക്കോ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ക്ഷമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. 오빤 강남스타일 오빤 강남스타일 പേരെന്താ? അറഫാത്ത്. ഇതേ ഫേസിൽ ഒരാൾ പരിചയമുണ്ട്. എന്നെ ഒരു മുമ്പ് കണ്ടോണ്ടോ? എന്നെ ഇതിനു മുമ്പ് ഇല്ലല്ലേ? അതേ ഞാൻ ഓൻ്റെ വീടെവിടെ? നിങ്ങളെ അവിടെയാണോ? അതെനിക്കിതൊന്ന് അയച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. വിടുന്നേ, എനിക്ക് അറിയാമല്ലേ ആളെ കളിയാക്ക. ഞാൻ കണ്ണ് കാണാൻ മേലെന്ന് പറഞ്ഞാ? ആര് പറഞ്ഞു? ആര്? വിട്ടേന്നേ. എന്ത് കണ്ണാണ മേലോ? ആർക്ക് കണ്ണാണ മേലോ? ഞാൻ പറഞ്ഞ കണ്ണാണ മേലെന്ന്? ആര്? മൂപ്പർ കണ്ണാണ മേലെന്നാ പറഞ്ഞ? ഞാൻ കണ്ണാണ മേലെന്ന് പറഞ്ഞ? ആര് എന്നെ കണ്ടിട്ട് കണ്ണാണ്? ഞാൻ ചേട്ടൻ്റെ കണ്ണുകൾ കാണാല, പോക്കറ്റിരിക്കുന്ന പേന കാണാല. ഞാൻ പറഞ്ഞ കണ്ണാണ മേലെന്ന്? ക്യാമറ ദർശനായിട്ട് ഇവിടെ ക്രൈസി ബോയ് എന്ന പ്രോഗ്രാമാണ്. ക്യാമറ ഷൂട്ടാണ് കേട്ടോ. തുമ്മിട്ടുള്ള ഇല്ല, നമ്മള് പെട്ടെന്ന് തുമ്മിയപ്പോഴേ ഒരു പ്രോഗ്രാം ആണ്. ക്യാമറ കണ്ട പ്രേയം അടിച്ചത്. സ്പ്രേ അടിച്ചത് ക്യാമറ കണ്ട സ്പ്രേ ആണ് അടിച്ചത്. ക്യാമറ കണ്ട ക്രൈസി ബോയ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. നല്ല ചുമ്പലായിരുന്നു കേട്ടോ. മർക്കസ് കോംപ്ലക്സ് ആണിത്. പുതിയ സ്റ്റാൻഡ് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലേക്കുള്ള ഇത് സുരേഷ് ബാബു ചിത്രാഞ്ജലി മർക്കസ് കോംപ്ലക്സാ. ഇത് ഓട്ടോയിൽ എടുത്ത് കൊടുക്കും. ഓട്ടോ അവിടെ കൊടുക്കും. ഓട്ടോക്കാരെ പൈസ കൊടുക്കണ്ടേ? അത് ശരി, നമുക്കിട്ട് പഠിച്ചതാ.
ദർശനായിട്ട് ഇവിടെ ഒരു ഷൂട്ടാണ്. അത് ശരി. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. സുരേഷ് ബാബു. അത് സ്റ്റാൻഡിലല്ലേ? ചെവിന്റെ ഡോക്ടറാ? ചെവിന്റെ ഡോക്ടറാ? ചെവിന്റെ ഡോക്ടറാണ് അങ്ങോട്ടാ? ഇവിടുന്ന് അങ്ങോട്ട് പോണം. ഇങ്ങോട്ട് അടുത്തോട്ടിരിക്കും. ആ ജംഗ്ഷൻ്റെ അവിടെ, ജംഗ്ഷൻ്റെ അപ്പുറത്തല്ലേ? You can't speak? Huh? No speak? Go by bus. Go by bus. 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 അല്ലേട്ടാ ബസ്സേ പോണ്ടേ? തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രോഗ്രാമാണ്. പോയിട്ട് പണി നോക്കണം. കയ്യെ പിടിച്ചെന്തിനാ? ആര് പറഞ്ഞ്? എനിക്കറിയാമല്ലോ പോവാൻ. എന്തോ എന്തിനാ കാക്കിക്കോ? എൻ്റെ കയ്യെ കയറി പിടിച്ചെന്തിനാ? കയ്യെ കയറി പിടിച്ചെന്തിനാ? ഒന്നുമില്ല. അങ്ങോട്ട് വിട്ടേ. എന്ത്? അല്ല അങ്ങോട്ട് വരാ. കണ്ണാണോ? അല്ല എവിടാ? എവിടാ? ഞാൻ ക്യാമറ ഉണ്ടോ? പ്രോഗ്രാം ആരോടി? കത്തിലൂടെയും ഫോൺ കോളിലൂടെയും നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ക്രൈസി ബോയ്, ദർശന TV, ഓർക്കിഡ് ഗാർഡൻസ്, എരഞ്ഞിപ്പാലം PO, കോഴിക്കോട് 673006. കൂടാതെ നമ്പർ നോട്ട് ചെയ്യുക, വിളിക്കുക. വീണ്ടും കാണാം, വീണ്ടും കാണണം. ക്രൈസി ബോയ്. 오빤 강남 스타일. 소리 질러! 오빤 강남 스타일. 오빤 강남 스타일.